ഫ്രണ്ട്സ്, നമ്മളൊരു അടിപൊളി KSRTC ഉണ്ടാക്കാൻ പോവാണ്. അതിന് ആവശ്യമായ സാധനങ്ങൾ എടുത്തിരിക്കുന്നത് കളർ പെൻസിൽ, ഗം, പിന്നെ ഒരു റെഡ് കളർ മാർക്കർ, ഒരു സ്കെയില്, പിന്നെ കട്ട് ചെയ്യാൻ ഒരു സിസർ, ടേപ്പ്, പിന്നെ രണ്ട് പേപ്പർ എന്ന് വെച്ചാൽ ഒരെണ്ണം സാധാ നമ്മൾ നോട്ട്ബുക്കിൻ്റെയൊക്കെ പേപ്പർ, ഒരെണ്ണം കട്ടി പേപ്പർ. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി KSRTCയുടെ മോഡൽ ഉണ്ടാക്കാം. ഞാനിവിടെ ഒരു നോട്ട്ബുക്കിൻ്റെ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ താഴെ നല്ല കട്ടിയുള്ള പേപ്പർ ഇരിപ്പുണ്ട്. തൽക്കാലം അത് താഴെ ഒരു പാടായിട്ട് ഉപയോഗിക്കുകയാണ്. പേപ്പർ എടുത്തു. ഇനി നമ്മൾ പേനയും സ്കെയിലും ഉപയോഗിച്ച് വരയ്ക്കുകയാണ്. ചില അളവുകളൊക്കെ വെച്ചാണ് വരയ്ക്കുന്നത്. അപ്പോൾ ആദ്യമേ 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണ് വരയ്ക്കുന്നത്. അതായത് 4 × 3 12. നമ്മൾ ആ 4 വരുന്നത് മാർക്ക് ചെയ്യുവാണ്. 4ൻ്റെ അവിടെ ആദ്യം മാർക്ക് ചെയ്തു, പിന്നെ 8ൻ്റെ അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നടുക്കത്തെ 2 വരയിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ നീളത്തിൽ വലത്തോട്ട് മാർക്ക് ചെയ്യുകയാണ്. പിന്നെ അവിടുന്ന് 4 സെൻറ്റിമീറ്റർ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് അടുത്ത വരയും കൂടെ അങ്ങനെ വരയ്ക്കാം. നമ്മൾ ആദ്യമേ വരച്ച വര പോലെ തന്നെ 12 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര അപ്പുറയും കൂടെ വരയ്ക്കുന്നു. 4ഉം 8ഉം നമ്മൾ നേരത്തെ വരച്ച വരയിൽ ഇരിക്കുന്നത് പോലെ വെച്ചിട്ട് വേണം അങ്ങനെ വരയ്ക്കാൻ. ഇനി താഴെ ഭാഗത്തുള്ള വര വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിത് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, വീലിനുള്ള ഭാഗം ഒന്ന് ഇടവിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ആദ്യമേ 1/2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തു, പിന്നെ അപ്പുറത്തോട്ട് 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് വീണ്ടും അപ്പുറത്തോട്ട് മാർക്ക് ചെയ്യണം. അപ്പുറത്തെ വശത്തു നിന്ന് ഒരു 2.5 സെൻറ്റിമീറ്റർ ഇടവിട്ട് 2.5 സെൻറ്റിമീറ്റർ വരച്ച് അതിനുശേഷം 1 സെൻറ്റിമീറ്റർ ഇടവിട്ടിട്ട് അത് കൂട്ടി യോജിപ്പിക്കുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഈ ഇവിടെ 1/2 സെൻറ്റിമീറ്റർ ഇട്ടതുപോലെ തന്നെ അതേ പാരലായിട്ട് വേണം അപ്പുറ സൈഡിലും 1/2 സെൻറ്റിമീറ്റർ ഇടാൻ. നമ്മുടെ വീലിന് 1/2 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ് ഉള്ളത്. അപ്പം 1/2 സെൻറ്റിമീറ്റർ വീതം അല്ലെങ്കിൽ 1 സെൻറ്റിമീറ്റർ ഡയമീറ്റർ വരുന്നത് പോലെ ഓരോ വീലിനും ഈ കാണുന്നത് പോലെ വരയ്ക്കുന്നു. നല്ല വട്ടത്തിൽ 4 വീലും വരച്ചെടുക്കാം. ഇനി നമ്മൾ സ്കെയില് നല്ല ലെവലിൽ ആ വരയ്ക്ക് ലെവലിൽ വരുന്ന പോലെ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ താഴേക്ക് വരയ്ക്കുന്നു. അതുപോലെ തന്നെ തൊട്ടിപ്പുറയും 4 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. എന്നിട്ട് അതിൻ്റെ ടിപ്പ് ഭാഗം ജോയിൻ്റ് ചെയ്യുന്നു. അപ്പുറം വരച്ചതുപോലെ തന്നെ 4 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു സ്ക്വയർ ഇപ്പുറ സൈഡിലും വരയ്ക്കുന്നു. ഒരു 1/2 സെൻറ്റിമീറ്റർ ഇടവിട്ട് താഴേക്ക് ഒരു വര വരയ്ക്കുന്നു. നമ്മൾ ജനാല വരയ്ക്കാൻ വേണ്ടിയാണ്, KSRTCയുടെ ജനാല വരയ്ക്കാൻ വേണ്ടിയാണ്. പിന്നെ ഈ കാണുന്നത് പോലെ ഒരു 2 സെൻറ്റിമീറ്റർ ഈ ഫ്രണ്ട് ഭാഗത്തായിട്ട് താഴേക്ക് വരയ്ക്കുക. പിന്നെ ഒരു 1/2 സെൻറ്റിമീറ്റർ വീതിയിൽ പാരലായിട്ട് ഒരു വര വരച്ച് ജോയിൻ്റ് ചെയ്യുക. അതിനുശേഷം 1.5 സെൻറ്റിമീറ്റർ വീതിയിൽ ആ ജനാലയുടെ വര പാരലായിട്ട് വരയ്ക്കുക, കൂട്ടി യോജിപ്പിക്കുക. ഓരോ ജനാലയ്ക്കും വീതി ഇടുന്നത് 1 സെൻറ്റിമീറ്റർ വീതമാണ്. അത് ആദ്യമേ മാർക്ക് ചെയ്തിട്ട് നമ്മൾ മേളിലോട്ട് വരച്ച് ചേർക്കുന്നു. ഇനി നമ്മൾ വണ്ടിയുടെ ഡോറ് വരയ്ക്കുകയാണ്. മുമ്പിൽ നിന്ന് 2ാമത്തെ ജനലിൻ്റെ അവിടുന്ന് താഴേക്ക് വര വരച്ച് ഡോറും വരയ്ക്കും. അതുപോലെ തന്നെ പുറകിലത്തെ ഡോറ്
പിമ്പിൽ നിന്ന് രണ്ടാമത്തെ ജനാലയ്ക്ക് താഴേക്ക് നമുക്ക് ഡോറ് വരയ്ക്കാം. നമ്മൾ ജനാല വരച്ചല്ലോ, അതിന് ഒരു 2 വരി വീതം ഇങ്ങനെ ഈ കാണുന്നത് പോലെ വരച്ചെടുക്കാം. പിന്നെ താഴെ ഈ ജനാലയ്ക്ക് കമ്പി ഉണ്ടല്ലോ, ആ കമ്പിയും കൂടെ അതിന് ശേഷം വരച്ചെടുക്കാം. അപ്പോൾ ഒരു വശം നമ്മൾ വരച്ച് തീർത്തു. ഇനി അടുത്ത വശവും കൂടെ ഈ ഇപ്പോൾ വരച്ച അതേ രീതിയിൽ തന്നെ ഡോർ ഇല്ലാതെ നമുക്ക് വരച്ചെടുക്കാം. ഇതേ രീതിയിൽ തന്നെ ചെയ്താൽ മതി, ഡോർ വരയ്ക്കരുതെന്നേ ഉള്ളൂ. ഇനി വണ്ടിയുടെ മുൻവശമാണ് വരയ്ക്കുന്നത്. മേളിൽ ചെറിയൊരു ഇടം ഇട്ടിട്ട് ഒരു വര കൊടുക്കുക. ഒരു 2.5 ഇഞ്ച് വീതിയിൽ താഴേക്ക് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസ് വരയ്ക്കാം. ഈ പെൻസിലും കൊണ്ട് വരയ്ക്കുന്നത് നമ്മൾ പെയിൻറ് ചെയ്യുമ്പം ചില കളറുകൾ ഡിവൈഡ് ചെയ്യാനുള്ള സ്ഥലമാണ്. നോട്ട് ചെയ്താൽ മതി. ഈ പെൻസിൽ വരയ്ക്കുന്ന പോലെ തന്നെ ഒന്ന് വരച്ചെടുത്താൽ മതി. അപ്പോൾ കളറൊന്ന് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ചെയ്തത്. ഇനി ഇൻഡിക്കേറ്ററും ലൈറ്റും കൂടെ വരയ്ക്കാം. ഇപ്പോൾ ഫ്രണ്ട് ഭാഗം വരച്ച് തീർന്നു. ഇനി നമുക്ക് ബാക്ക് ഭാഗവും കൂടെ വരയ്ക്കാം. ബാക്കിൽ ഇങ്ങനെ ഒരു 3 വിൻഡോ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യത്തെ വലിയ വിൻഡോ ആണ് ഇപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ചെറിയ വിൻഡോ, ആ 2 വശത്തുള്ള ചെറിയ വിൻഡോകളും കൂടെ വരയ്ക്കാം. നമ്മൾ മുമ്പിൽ ചെയ്ത പോലെ തന്നെ പെയിൻറ് ചെയ്യുന്ന ഭാഗം ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് ഇച്ചിരി താഴോട്ട് ഇടവിട്ടിട്ട് ഓരോ വരകൾ കൊടുക്കുക. ഇനി വണ്ടിയുടെ സ്ഥലപ്പേരൊക്കെ എഴുതുന്ന ഒരു ബോർഡാണ് താഴോട്ട് വരയ്ക്കുന്നത്. പിന്നെ താഴെ സ്റ്റോപ്പൊന്നും നമ്പർ പ്ലേറ്റൊക്കെ എഴുതിയ 2 സ്ക്വയറും കൂടെ വരയ്ക്കുന്നു. അതിനുശേഷം പുറകിലത്തെ ബ്രേക്ക് ലൈറ്റും ഇൻഡിക്കേറ്റർ ലൈറ്റും കൂടെ വരയ്ക്കാം. ഇനി വീലൊന്ന് അട്രാക്റ്റീവ് ആക്കുകയാണ്. നമ്മൾ വരച്ചിരിക്കുന്ന സർക്കിളിൻ്റെ അകത്തൂടെ ഒരു ചെറിയ സർക്കിളും കൂടെ കൊടുക്കുക. പെയിൻറ് ചെയ്യുമ്പം 2 കളറും കൂടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയുള്ള വരയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. പെൻസിലും കൊണ്ട് ആ വര കൊടുക്കാൻ വണ്ടിയുടെ 2 വശത്തും ഇതുപോലെ ഒരു ഡിസൈൻ വരുത്താൻ വേണ്ടിയാണ്. പെൻസിലും കൊണ്ട് ആദ്യമേ ഡിവൈഡ് കഴിയുകയാണെങ്കിൽ പെയിൻറ് ചെയ്യാൻ നമുക്ക് എളുപ്പമാകും. ഇനി വണ്ടിയുടെ ക്യാരിയറും കൂടെ വരയ്ക്കാം. മുകൾ ഭാഗത്താണ്. അപ്പം ഒരു ചെറിയ അളവെടുത്ത് ഒരു ചെറിയ റെക്റ്റാങ്കിൾ പുറകു ഭാഗത്തായിട്ട് വരുന്ന പോലെ ചെറിയൊരു റെക്റ്റാങ്കിൾ വരച്ചെടുക്കാം. ഇനി പെയിൻറ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കുറച്ച് ആവശ്യമുള്ള കളറുകൾ എടുത്തു. മഞ്ഞ എടുത്തു, ഓറഞ്ച് എടുത്തു,
പിന്നെ ഒരു വൈറ്റ് കളർ പോലെ വരുന്ന എടുത്തു, ബ്ലാക്ക്, റെഡ് കളർ, ഇത്രയും കളർ എടുത്തു. മഞ്ഞ കളറ് നമ്പർ പ്ലേറ്റിന് എല്ലാം കൊടുക്കുകയാണ്. നമ്പർ പ്ലേറ്റ് വരുന്ന ഭാഗത്തെല്ലാം മഞ്ഞ കളർ കൊടുക്കുക. ഓറഞ്ച് കളർ സ്കെച്ച് കൊണ്ട് ഇൻഡിക്കേറ്റർ ലൈറ്റുകളെല്ലാം മാർക്ക് ചെയ്യാം. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും ഉണ്ട്. ഇനി ലൈറ്റ് യെല്ലോ പോലെ വരുന്ന ആ സ്കെച്ച് പെൻ എടുത്തുകൊണ്ട് ഫ്രണ്ടിൽ മാർക്ക് ചെയ്ത് ആ മേള് ഭാഗത്തും പിന്നെ വണ്ടിയുടെ കുറേ ഭാഗങ്ങളിൽ നമ്മൾ ഈ സ്കെച്ച് കൊണ്ടാണ് വരയ്ക്കുന്നത്. ഇപ്പം നമ്മൾ കാർഡ്ബോർഡിൽ അല്ലെങ്കിൽ കട്ടിയുള്ള പേപ്പർ, കാർഡ്ബോർഡ് എന്ന് പറയും. അപ്പം ഈ കട്ടി പേപ്പറിൽ ഒട്ടിക്കുന്നതിന് മുൻപ് തന്നെ സ്കെച്ച് വെച്ച് പെയിൻറ്റ് ചെയ്യുകയാണ്. പക്ഷേ നമ്മളിത് ഒട്ടിച്ചിട്ട് പെയിൻറ്റ് ചെയ്യുന്നതാണ് ഇച്ചിരിയും കൂടെ നല്ലത്. കാരണം നമ്മൾ ഒട്ടിക്കുമ്പോൾ ആ പശ തേക്കുമ്പം ഈ കളറ് ഇളകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒട്ടിച്ചിട്ട് ചെയ്യുവാണെങ്കിൽ നല്ല സാച്ചുറേറ്റഡ് ആയിട്ട് ആ കളേഴ്സ് ഇരിക്കും. ഈ റെഡ് കളർ സ്കെച്ച് എടുക്കുവാണ്. ഇപ്പം ഒത്തിരി ഭാഗത്തായിട്ട് ഈ റെഡ് അടിക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഒരു മാർക്കറാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റെഡ് പെയിൻ്റ് അടിച്ച് തീർക്കാം. ഇപ്പോൾ വണ്ടിയുടെ എല്ലാ ഭാഗവും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കാർഡ്ബോർഡ് പേപ്പർ എടുത്ത് അതിലേക്ക് ഞാനിപ്പോൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഫ്രണ്ടിലും ബാക്കിലും ഉള്ള പീസുകൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ കാർഡ്ബോർഡ് പേപ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള ഇത്രയും ഭാഗം കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ വരച്ചിരിക്കുന്ന വരയിലൂടെ കൃത്യമായിട്ട് കട്ട് ചെയ്തെടുക്കണം. വീലൊക്കെ നല്ല ഷേപ്പിൽ വരുന്ന പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി മടക്കേണ്ട ഭാഗമല്ല, നല്ല ഷേപ്പിൽ വരേണ്ട പോലെ നമ്മൾ സ്കെയിൽ വെച്ചിട്ട് ഒന്ന് ഷേപ്പിൽ മടക്കുവാണ്. അപ്പോൾ ഫ്രണ്ടിൽ ആ മടക്കി വെക്കേണ്ട ഭാഗം ചെറിയ പീസ് മടക്കി മടക്കുപാട് വരുത്തുവാണ്. അതുപോലെ തന്നെ വണ്ടിയുടെ എല്ലാ ഭാഗവും മടക്കേണ്ടി എവിടെയാണോ ആ ഭാഗം സ്കെയിൽ വെച്ച് ഒന്ന് മടക്കിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ആ മടക്കുപാട് വരുത്തുവാണെങ്കിൽ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇപ്പോൾ നമ്മുടെ പരിപാടി ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ബാക്കിലെ ആ പീസ് ഒരു ടേപ്പ് വെച്ച്, സെലോ ടേപ്പ് പോലുള്ള ടേപ്പ് വെച്ച്, പ്ലെയിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുക. അതുപോലെ തന്നെ 4 വശവും ഒട്ടിക്കുക.
ഇപ്പോൾ നമ്മുടെ ആനവണ്ടിയുടെ മോഡൽ റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി മോഡലാണ്. അപ്പം നിങ്ങളും ഇതൊന്ന് ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ഈ ചാനലൊന്ന് എങ്ങനെയും വളർത്തണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സായിട്ടൊക്കെ കൊച്ചു കുട്ടികളൊക്കെ ആണ്, അവർക്കൊക്കെ ഈ വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.